സ്ത്രീകൾ പോകുന്നു പള്ളിയിൽ വരെ, സ്ത്രീകൾക്ക് ഫാമിലി സൗകര്യമുണ്ട്. നിങ്ങൾക്ക് എന്താ ജാറത്തിൽ നിങ്ങൾ എല്ലാ സൗകര്യവും ഏർപ്പെടുത്തി? അത് അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഇങ്ങനെ ഒരു പോക്കിടാ. മദീനത്തെ പള്ളി, മക്കത്തെ പള്ളി, ബൈത്തുൽ മുഖദ്ദസ്, 3 പള്ളിയിലെ ലോകത്ത് ഏറ്റവും ഫേമസും ശ്രേഷ്ഠകരവുമായ പള്ളികളായിട്ട് എണ്ണുന്നത്. അവിടെ അന്ന് മുതൽ ഇന്ന് വരെ പെണ്ണുങ്ങളും ഉണ്ട്, ആണുങ്ങളും ഉണ്ട്. ആൾക്കാർ പോകുന്നു. വേണമെങ്കിൽ പോയാൽ മതി, നിർബന്ധമല്ല. ആണുങ്ങൾ അത്ര നിർബന്ധമല്ല. പോയി നിസ്കരിച്ചാൽ അവർക്കും കൂലിയിട്ടും. ആണുങ്ങളെ പോലെ അവർക്ക് നിർബന്ധാക്കിയിട്ടില്ല. അതിന് പ്രകൃതിപരമായ ചില കാരണങ്ങൾ സ്ത്രീകൾക്കുണ്ട്. അതുകൊണ്ട് അള്ളാഹ് അവർക്ക് ആണുങ്ങളെ പോലെ നിർബന്ധാക്കിയിട്ടില്ല. പറ്റെങ്കിൽ പോയിക്കോ, നല്ലതാണ്. അവിടെ ജുമാ ഖുത്ബ കേൾക്കുക, ദീന് പഠിക്കുക, അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടല്ലോ. അതൊക്കെ വലിയ കാര്യമുള്ള സംഗതികളല്ലേ. ഈ പെണ്ണ് പള്ളിയിൽ പോകുന്നത് ഹറാം, ഹറാം, ഹറാം. പെണ്ണ് വീടിന്റെ ഉള്ളിലായിരിക്കേണ്ടത്. എന്തായാലും പെണ്ണുങ്ങളൊക്കെ അങ്ങനെ സിയാറത്ത് ടൂറിന് ബസ്സിലൊക്കെ അങ്ങനെ കയറിയിട്ട് ഉള്ളിലാണല്ലോ ഇപ്പൊ ഇരിക്കണത്. ജാറത്തിൽക്കാർക്കും പോവാ. കാരണം എന്താ? പെണ്ണുങ്ങൾ വന്നാലേ പെട്ടിയിൽ പണം നിറയുള്ളൂ. ഐറ്റങ്ങൾ സാധുക്കളാ, വിവരമല്ലോ, എല്ലാം പറ്റിക്കാൻ എളുപ്പാ. അതുകൊണ്ടൊരു പള്ളി ഉണ്ടാക്കിയിട്ട് ഉദ്ഘാടന ദിവസം പെണ്ണുങ്ങൾക്ക് പ്രവേശനം കൊടുക്കും. എന്താ? അന്ന് പെണ്ണുങ്ങളൊക്കെ കവറുമായിട്ട് വരണം. അപ്പൊ കവറിടാങ്ങൾക്ക് പെണ്ണുങ്ങൾ പറ്റും. പിന്നെ കബറിലേക്ക് കൊണ്ടുപോകുമ്പോഴോ മയ്യത്ത് നിസ്കരിക്കാൻ പള്ളിയുടെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റും. അല്ലാതെ അങ്ങോട്ട് വന്നാ നീ വഹാബിന്റെ പെണ്ണ ഇവിടെ കയറാൻ പാടില്ല. അങ്ങനെ ഉണ്ടോ? പെണ്ണുങ്ങൾക്ക് തന്നെ വലിയ പ്രയാസമായപ്പോ എങ്ങനെ ഇപ്പൊ പെട്ടെന്നാണ് നടപ്പിൽ വരുത്തുക. അപ്പൊ അവസാനം കണ്ടുപിടിച്ചൊരു പരിപാടി, യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കാര റൂം ഇവിടെ സൗകര്യമുണ്ട്. പള്ളിയുടെ അപ്പുറത്ത് വേറെ റൂം ഉണ്ടാക്കി. അൽഹംദുലില്ലാഹ്, അത്രയും നല്ലത്. കുറച്ച് കഴിയുമ്പോൾ അതാണ്ട് ഉള്ളിൽ കണ്ടായിക്കോളും. ചിലവൊക്കെ ചുരുങ്ങും. അത് നോക്കാൻ പിന്നെ വേറൊരാള്. ഒറ്റക്കൊരു സ്ഥലത്തൊരു പെണ്ണുങ്ങൾക്ക് റൂമാക്കി അവിടെ പ്രശ്നങ്ങളായാലോ ബുദ്ധിമുട്ട്. കുറച്ചു കാലം കഴിയുമ്പോൾ പതുക്കെ അങ്ങനെയാണ് മാറിക്കോളും.